കൊല്ലം ജില്ലയിൽ തേവലക്കര പഞ്ചായത്തിനെയും ചവറ പഞ്ചായത്തിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. ഇതാണ് മുകുന്ദപുരം പാലം. തേവലക്കര പഞ്ചായത്തിൽ നിന്ന് കാണുന്നത്. ഈ പാലം കഴിഞ്ഞാൽ പിന്നെ ചവറ പഞ്ചായത്താണ്. ചവറ പഞ്ചായത്തും തേവലക്കര പഞ്ചായത്തും കൂടി അതിർത്തി പങ്കിടുന്ന ഈ സ്ഥലത്ത് ഒരു കാലത്ത് ആലപ്പുഴ ജില്ല കഴിഞ്ഞാൽ പിന്നെ കയർ മേഖലയുടെ ഈറ്റില്ലമായിരുന്നു ചവറ. നമ്മുടെ ചവറ മണ്ഡലം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നൂറുകണക്കിന് അമ്മമാരും പെങ്ങന്മാരും ജോലി ചെയ്തിരുന്ന കയർ മേഖലയായിരുന്നു ഇവിടെ മൊത്തം. കയർ മേഖല, അതായത് തൊണ്ട് തല്ലി ചകിരിയാക്കി കയർ ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഈ സ്ഥലം ഇന്ന് ഉപയോഗശൂന്യമായി കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായലിൻ്റെ തീരത്തുള്ളൊരു പ്രദേശമാണിത്. ഇവിടെ മല പോലെ തൊണ്ട് തല്ലുന്ന ചകിരി കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമാണിത്. ഈ രണ്ട് സ്ഥലത്തും, ഈ കരയിലും ഇപ്പുറത്തെ കരയിലും വലിയ രണ്ട് കയറുമായി ബന്ധപ്പെട്ട ചകിരി വിച്ചുന്ന മില്ലായിരുന്നു. അതൊക്കെ ഇന്ന് അന്യം നിന്ന് പോയി. ഒരു കാലത്ത് ഈ മിക്കവാറുമുള്ള കുടുംബങ്ങൾ അന്നം തേടിയിരുന്നത് ഈ ഒരു കയർ മേഖലയിൽ നിന്നായിരുന്നു. മിക്കവാറുമുള്ള 90% വീടുകളിൽ ഒരാളെങ്കിലും കയർ മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ളവരായിരുന്നു. ഇന്ന് ഈ തോട് പ്രസിദ്ധമായ ചോലേപ്പാടത്ത് നിന്ന് ആരംഭിച്ച് കിലോമീറ്ററുകൾ നീണ്ട തോടാണിത്. ചോലേപ്പാടത്ത് നിന്ന് ആരംഭിച്ച് ഇങ്ങി അഷ്ടമുടിക്കായലിൽ വന്ന് സംഗമിക്കുന്നൊരു തോടാണിത്. ഇപ്പോൾ ഒഴുക്കൊന്നുമില്ല. ഒരു കാലത്ത് നല്ല ഒഴുക്കായിരുന്നു. ഇപ്പം മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഒഴുക്കുണ്ടാവും. അഷ്ടമുടിക്കായലിൽ വന്ന് കയറി. ഇതിൻ്റെ തീരപ്രദേശത്തായിരുന്നു കയർ തൊഴിലാളികളുടെ ഉപജീവന മേഖല. എൻ്റെ ചെറുപ്പത്തിലെല്ലാം ഇവിടെ നൂറുകണക്കിന് സ്ത്രീകളായിരുന്നു ജോലി ചെയ്തിരുന്നത്. അമ്മമാരും പെങ്ങന്മാരും. 2 കയർ പിച്ച് മില്ല് ഒക്കെ ഉണ്ടായിരുന്നു. ചകിരി പിച്ചുന്ന മില്ല്. അതൊക്കെ ഇന്ന് സത്യത്തിൽ ഇപ്പോഴാണ് ഫാക്ടറികളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നെങ്കിലും വർഷങ്ങൾക്ക് മുമ്പേ ഫാക്ടറികൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഏതാണ്ട് ഈ ഭാഗമെല്ലാം വളരെ പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ കയറിൻ്റെ മേഖലയിലല്ലെങ്കിൽ പോലും കാറ്റ് കൊള്ളാനും റീൽസ് എടുക്കാനുമൊക്കെ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും ഒരു നല്ല സ്പോട്ടാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്പോട്ടാണ്. ഈ തോട് അങ്ങ് അഷ്ടമുടിക്കായലിലാണ് സംഗമിക്കുന്നത്. ഇന്നിവിടെ ചൂണ്ടയിടിയിലും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു വീഡിയോയിൽ മാത്രമല്ല, വളരെ നേരിട്ട് വന്ന് കണ്ടാൽ തന്നെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. നല്ലതുപോലെ നമുക്ക് മനസ്സിന് ആശ്വാസം തരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇതാണ് മുകുന്ദപുരം പാലം. ചവറ പഞ്ചായത്തിനെയും തേവലക്കര പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു പാലമാണ്. നല്ല നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങളുടെ മുകുന്ദപുരം, കൊല്ലം. അങ്ങനെ തകർന്നു കിടക്കുന്ന കയർ മേഖലയാണ്
സാക്ഷ്യപ്പെടുത്തുന്നത്. കൃഷ്ണമടി കായൽ ആണ് ആ കാണുന്നത്. കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് കായൽ കുറച്ച് ദൂരെയാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം.